ഇതും ക്ലിയറാണ് ഒലിഞ്ഞ് പോണത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചാൽ അത് ക്ലിയർ കോട്ടാണ്. അപ്പോൾ ലോക്കൽ ക്ലിയർ അടിച്ചിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പുതിയ ഗ്യാരേജിൻ്റെ ആ ഒരു തിക്കും തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അവിടെ ആയിരുന്നു. ഏകദേശം ഒരു 3-4 ആഴ്ച ഞാൻ ഗ്യാരേജിലേക്ക് പോകണ്ടായിരുന്നില്ല. വൈകുന്നേരം നേരത്ത് മാത്രം പോകണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കരുപ്പടനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഫസ്റ്റ് ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്യാരേജ്. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇത്ര ദിവസം ടോം ഭയങ്കര ഹാർഡ് വർക്കായിരുന്നു. കാരണം ഞാനുണ്ടായിരുന്നില്ല. ഒരുപാട് വണ്ടി ഡെലിവറി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലോഡ് ഉണ്ടായിരുന്നു. 10-25 വണ്ടിയോളം ലോഡുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ പർച്ചേസിന് അത് കറക്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അതൊരു പണി തന്നെയാണ്. പിന്നെ അതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഇന്നത്തെ കാര്യങ്ങൾ, ഇപ്പോൾ എത്ര വണ്ടികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ വണ്ടികളാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, പിന്നെ അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് വർക്കൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഗ്യാരേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗ്യാരേജിൽ ഇവിടെ ഒരു വണ്ടി വർക്ക് ഇൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. അവരൊരു എന്തോ പരിപാടിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അകത്ത് കയറാം. ഇവിടെ ഒരു റെഡ് കളർ, ചെറിയ റെഡ്, നമ്മൾ ഞാനത്തെ വീഡിയോയിൽ കണ്ടിരിക്കും, ചെറിയ റെഡ് കളർ വണ്ടി. അപ്പോൾ ആ വണ്ടി ഒരെണ്ണം വേറെ ഒരെണ്ണം റെഡി ആയിട്ടിരിക്കണം. കട്ടിങ് കാര്യങ്ങളൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റിങ് ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്നു. ബൂത്ത് ഇവിടെ കാലിയായിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പായി അടുത്ത വണ്ടി കയറ്റാനായിട്ടാണ്. ആ ഒരു വണ്ടി അടുത്തത് പെയിൻറ്റ് ചെയ്യാനായിട്ടാണ്. ഇതൊരു പേൾ വൈറ്റ് അടിച്ച ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഓൾറെഡി Type 4 ആയിട്ട് വണ്ടിയാണെന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇയർ നോക്കട്ടെ. 2012 മോഡൽ. 2012 മോഡൽ. അപ്പോൾ Type 3 വണ്ടിയായിരുന്നു തോന്നുന്നുണ്ട്. Type 4 ആക്കിയിട്ടുണ്ട്. പേൾ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഒരുപാട് ലെയർ പെയിൻ്റ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. നല്ല രീതിയിൽ കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്രൈമർ കോട്ട് പെയിൻറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ വണ്ടി നിൽക്കുകയാണ്. അതങ്ങനെ നിൽക്കട്ടെ. ഇവിടെ ഒരു വണ്ടി ഡെൻറ്റിങ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നുണ്ട്. അതിൻ്റെ പുട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് റെഡിയാക്കി ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാച്ച് വർക്ക് നടത്താനായിട്ട് ബാക്ക് സൈഡിലൊരു ചെറിയ ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിലിതേ ഒരു വണ്ടി ഇവിടെ ചെറിയ പാച്ച് ഉണ്ടായിരുന്നത് ക്ലിയർ ചെയ്ത് നിൽക്കുന്നു. അത് പാച്ച് ഉണ്ടായി ക്ലിയർ ആയി നിൽക്കുന്നു. ഇവിടെ ഒരു ബെലിയോ പാച്ചിൻ്റെ പണിയിലാണ്. ഒരുപാട് റസ്റ്റ് ഇഷ്യൂസ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ട് വരാണ്. കാരണം ഡോറിൻ്റെ അടിവശങ്ങളെല്ലാം റസ്റ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. തുരുമ്പിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഈ പീസൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റി വേറെ പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡും കൂടി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 1 സൈഡ് തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫുള്ള് പാച്ച് വർക്ക് ഉണ്ടായിരുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെയും പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ടാണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഷേപ്പും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ പൊന്തിയ നിലയിലായിരുന്നു ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എല്ലാം ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ ബോഡി ഫുള്ളറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഷേപ്പും കാര്യങ്ങളും പ്രോപ്പറായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബോഡി ഫില്ലർ ഇട്ട് ഡ്രൈ കട്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്സിമം ഷേപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബോഡി ഫില്ലർ കൊണ്ട് തന്നെ എടുക്കും. കാരണം ഓൾറെഡി നമ്മൾ ഡെൻറ്റിങ് കാര്യങ്ങൾ ചേർത്താണ് കാരണം ഒരുപാട് അങ്ങനെ ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾക്ക് ആ ഒരു ഫുള്ളായിട്ടുള്ള ലൈനിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ബോഡിയാണ്. നമ്മൾ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഏത് വണ്ടിയും ചെയ്യുമ്പോഴും അതിൻ്റെ 5 ലിറ്ററുള്ള തട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബോഡി ഫില്ലർ എന്തായാലും ഒരു നോർമൽ ഇതിൽ അപ്ലൈ ചെയ്യണം. എന്നാലും ഒരുപാടെന്നല്ല ഞാൻ പറയണം. മുന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഫില്ലർ ഇട്ടിട്ടാണ് ബാക്ക് ഷേപ്പ് കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞ ശേഷം ബോഡി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ എന്തായാലും കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വണ്ടി ഫുള്ളായിട്ടുള്ള പ്രൈമറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വണ്ടി ഫുള്ളായിട്ട് തന്നെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പ്രൈമർ കോട്ടും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി ഇനി പെയിൻറ്റിങ്ങിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നിൽക്കുന്നു. ഇവിടെ ഒരു സിയാസ് ഇല വീണതൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ഇനി വാഷ് ചെയ്തിട്ടാണ് വണ്ടി അകത്ത് കയറ്റുള്ളൂ. ബോഡി കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഇവർക്ക് പുറത്തിട്ട് നല്ല സൗകര്യമാണ്. കാരണം ചൂടാണ്, ഡ്രസ്സ് അടിച്ച ബിൽഡിങ്ങാണ്. അതിൻ്റെ അകത്തിട്ടിട്ട് ചെയ്യണേക്കാളും നല്ലതാണ് കാറ്റും കൊണ്ട് പുറത്തിട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ കൺബോക്സിൽ എവിടെ ഇട്ടാണ് ചെയ്യണതെന്നൊന്നും ഇതില്ല. ബോഡി ഫില്ലറാണ് വരയ്ക്കണത്.
അതെവിടെ ഇട്ട് വരച്ചാലും നമുക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്ര വലിയ ഇതിൻ്റെ അകത്ത് ഡ്രസ്സിൻ്റെ താഴെ നിൽക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രൈമർ കോട്ട് കഴിഞ്ഞ വണ്ടികളൊക്കെയാണ് അകത്ത് കയറ്റണത്. പിന്നെ അവിടെ നിന്ന് അകത്തുനിന്ന് ബൂത്ത് പോളിഷും കാര്യങ്ങളൊക്കെ അകത്തിട്ട് തന്നെ ചെയ്യണം. ആ രീതിയിലാണ് ചെയ്യണത് ഇപ്പോൾ. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ ഡെലിവറി ആവാനുള്ള വണ്ടി ഇവിടെ ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വണ്ടി കളറ് സിൽവർ കളർ, ഗോൾഡൻ കളറായിരുന്നു കേട്ടോ. ഗോൾഡൻ കളറ് നമ്മളിപ്പോൾ അതിൻ്റെ ഫൈനൽ റബ്ബിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളും സൈഡ്സ് കട്ടിങ് അങ്ങനെയുള്ള വെതർ സ്ട്രിപ്പ് കാര്യങ്ങളൊക്കെ കുറച്ച് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫൈനലായിക്കൊണ്ടിരിക്കുകയാണ്. നോർമൽ ഹെഡ് ലൈറ്റും ബാക്ക് LED ടെയിൽ ലൈറ്റാണ് ഈ ഒരു വണ്ടിക്ക് ചെയ്യുന്നത്. ഓക്കെ, അത്യാവശ്യം ബോഡി ഡെൻഡിങ് ഉണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു. കുട്ടിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയറായിട്ട് വണ്ടി ഇതേ ഫൈനലായിക്കൊണ്ടിരിക്കുന്നു. ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, പിന്നിപ്പോൾ അതിൻ്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും ചെയ്യണം. ഫ്രണ്ട് സെറ്റ് ചെയ്യണം. ഫ്രണ്ടിലെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഹെഡ്ലൈറ്റും ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളുടെ മറ്റൊരു വണ്ടി കാലത്ത് വന്നപ്പോൾ നമ്മളിവിടെ കയറ്റാനുള്ള വണ്ടി ഇവിടെ ബൂത്തിലേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് പ്രൈമർ കാര്യങ്ങൾ അടിക്കുക, പെയിൻറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ഇതിലേക്കാണ് ഞാൻ പോലെ എത്തും. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ഒരു വണ്ടി കസ്റ്റമർ എന്നോട് പറഞ്ഞത് ഇത് ഷോറൂമിൽ നിന്ന് പെയിൻറ്റിങ് ചെയ്ത വണ്ടി എന്നാണ് പറഞ്ഞത്. പേൾ വൈറ്റ് അടിച്ച് കംപ്ലീറ്റ് ആക്കി ടൈപ്പ് 4 മാറ്റി, ടൈപ്പ് 3 ടൈപ്പ് 4 മാറ്റി വന്നൊരു വണ്ടി എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കറിയില്ല ഇത് എവിടെ വെച്ചാൽ ചെയ്തതെന്ന്. പക്ഷേ ഞങ്ങളൊരു കൂട്ടം കാണിച്ചത് ഈ ഒരു വണ്ടിയുടെ അവസ്ഥ ആയിരുന്ന അവസ്ഥ ഇതൊക്കെയാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ये डिक्की ब्लैक था तो ब्लैक निकला, फ्रेम ब्लैक था तो ब्लैक निकला. ये पेलवेट गाड़ी था, ये पेल भी निकल रहा है, साथ ये संभव निकल रहा है. ये संभव ना नहीं ये ഒരു വണ്ടി पूरा रूप ക്ലിയർ ആണ്. A to Z मैंने उसको पूरा ക്ലിയർ കോട്ടാണ് ഈ ഒരു കാണുന്നത് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ക്ലിയർ കോട്ട് ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് കളറും മാതിരിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ആ വണ്ടിയുടെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഒളിഞ്ഞ് വന്നില്ലേ, അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് PPF ഒക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷെ അതല്ല, ക്ലിയർ ആണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ. ഇന്നർ സൈഡിൽ കാരണം നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം എടുത്ത് വെച്ചാൽ തോന്നും. അതെല്ലാം ക്ലിയർ കോട്ട് തന്നെയാണ്. അത് അതേ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. മറ്റൊരു വണ്ടിയിൽ നിന്നുണ്ട്. ഇതും ക്ലിയറാണ് ഒഴിഞ്ഞു പോണത്. കുറച്ച് പൈസയുടെ ഇതിൽ പറഞ്ഞ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ രീതിയിൽ നമ്മളെ ഗാരേജുകാർ കാണിക്കുന്ന ആ ഒരു ഇതിലാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊരു വണ്ടി ആയാലും നമ്മൾ ആ ഒരു വണ്ടിമേ ഒരുപാട് തിക്നെസ് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഇത് റിമൂവ് ചെയ്തതിന് ശേഷം മാക്സിമം നമ്മൾ ഉരച്ച് കളഞ്ഞ് ആ ഒരു ചില ഏരിയകളിൽ നിങ്ങൾക്ക് മെറ്റലടക്കം കാണാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, അത്രയ്ക്ക് നമ്മൾ ഉരച്ച് ഡീപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മളിനിപ്പോൾ പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നമ്മൾ അത് ഒലിച്ചു കളഞ്ഞു. അതിന് ശേഷം ബാക്കിയുള്ള ഏരിയകളിൽ പുട്ടിയിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടി കൂടിക്കൊണ്ടിരിക്കുക. കട്ടി ഒരിക്കലും കൂട്ടാൻ പാടില്ല. ആ ഒരു വണ്ടി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ ഒരുപാട് ബോഡി ഫില്ലറും കാര്യങ്ങളും ഇടുന്നത് വണ്ടിക്ക് ദോഷമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഫുള്ളായിട്ട് ഉരച്ച് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിപ്പോൾ പ്രൈമർ കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ കാണാണ്ട. ഇപ്പോഴല്ല, അടുത്ത വീഡിയോയിൽ കാണാണ്ട. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഗ്യാരേജിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്യാരേജിൽ വന്നപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ വർക്കിംഗ് പ്രോഗ്രസ് ചെറിയ രീതിയിലൊന്ന് നിങ്ങളെ കാണിച്ചു തന്നുള്ളൂ. ചെറിയ വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ഗ്യാരേജിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. ക്യാ വാ.